പോകുന്നത് നമ്മളെല്ലാവരും കൂടി നമ്മൾ പളനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. പക്ഷെ രാവിലെ നമുക്ക് വന്ന ഇന്നലെ രാത്രി നമ്മൾ വന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെയാണ് ഇൻട്രോ എടുക്കുന്നത്. മറ്റെവിടെ പോകുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പളനി പോകാനാണ്. അത് എപ്പോൾ ചേട്ടൻ നാട്ടിൽ വന്നാലും ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് പളനിയിലായിരിക്കും. അപ്പോൾ പളനിയിൽ പോകുന്നൊരു ആഗ്രഹം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നൊരു സജഷൻ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ട്രെയിനിൽ പോകാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം പോകാറായി വന്നപ്പോഴേക്കും 1-2 പേർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും അത് വിഷമമായി. കാരണം ഞാനാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞവരെല്ലാവരും നല്ല സന്തോഷത്തിലിരുന്നതായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് ക്യാൻസലായപ്പോൾ എല്ലാവർക്കും അത് സങ്കടമായി. ആ ടൈമിലാണ് നമ്മൾ കാർ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് കാറിൽ പോകാം. ആദ്യത്തെ ലോങ് കാർ എടുത്തതിന് ശേഷം ലോങ് നമുക്ക് നേരെ പളനിയിൽ തന്നെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാറിലേക്ക് ട്രിപ്പ് ആക്കിയത്. അതാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തിൽ പോയിട്ട് വരാം. ഒപ്പം പളനി മാത്രമല്ല കൊടൈക്കനാലും പോകാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട് ബോർഡർ കടന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ വരുന്ന ആർക്കും കറക്റ്റ് വഴി അറിയില്ല കേട്ടോ. നമ്മളെല്ലാം മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈവനിങ് നമുക്ക് ഒന്ന് കയറി അമ്പലത്തിൽ കയറി തൊഴണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ ചുറ്റാണ് ചുറ്റുന്നതെങ്കിൽ എന്തായാലും ഈവനിങ് പറ്റത്തില്ലായിരിക്കും. മേ ബി നാളെ രാവിലെ ആയിരിക്കും തൊഴുവാൻ പറ്റുന്നത്. കാരണം നമുക്ക് റൂട്ട് ഇച്ചിരി മാറിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഈ ഒരു സൈഡിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ രാവിലെ ആകും മിക്കവാറും നമ്മൾ തൊഴുകൽ. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ട് തെങ്കാശി അടുപ്പിച്ചെത്താറായിരിക്കുന്നത്. നമ്മൾ സുന്ദര പാണ്ഡ്യപുരത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, പിന്നെ മറ്റൊരു സാധനം അടിച്ചു പൊട്ടിച്ചേരാ. ഓക്കെ, കിണി ആയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് ഉറക്കത്തിലൊക്കെ ആയതുകൊണ്ടും നല്ല ക്ഷീണമായതുകൊണ്ടും നമ്മൾ പിന്നെ വേറെ രാവിലത്തെ വന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയി എണീറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം കാപ്പി കുടിക്കാൻ പോവുകയാണ്. നമ്മൾ ശ്രീ സ്വർണം കോട്ടേജ് ഇവിടെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ കുറച്ചും കൂടി അടുത്തേക്കാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, അലൗഡ് അല്ല, ഫോൺ അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചതിന് ശേഷം നേരെ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുവണം. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് അധികം താമസിക്കാതെ ഇറങ്ങണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ റെഡിയായി ഇനി അമ്പലത്തിലേക്ക് കയറണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.